ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കപ്രിക്കാട് ആനത്താവളത്തിലാണ് വന്നേക്കണത്. ഇവിടെ ഒരു ഏഴോളം ആനകളുണ്ട്. അപ്പൊ ആ ആനകളെ കാണാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ കൂടാതെ ഇവിടെ ഒരു മാനുകളുടെ ഒരു മിനി സൂ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് പൂമ്പാറ്റകൾ, ഒരുപാട് സസ്യങ്ങള്, ഒരു നല്ലൊരു അനുഭവമാണ് അതിൻ്റെ ഉള്ളില്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മ അവിടെ ടിക്കറ്റ് വിലയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 70, കുട്ടികൾക്ക് 25, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നമുക്കപ്പോൾ അകത്തോട്ട് കയറാം. ഇവിടെ ഉള്ള ചെടികൾ ഒരു 70ഓളം സസ്യങ്ങളുടെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ. ഞങ്ങൾ വേഴാമ്പലിനെ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അടുത്തോടി പോയതാണ്. പിന്നെ ഞാനധികം സംസാരിക്കണില്ല. നമുക്ക് അവിടുത്തെ ആ ഒരു സൗണ്ടുകളും അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കാരണം അവസാനം നമ്മൾ ഇതിന് പുറത്തോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരുപാട് വിശ്രമ സ്ഥലങ്ങളും ഏറുമാടങ്ങളും കുട്ടികൾക്കുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. അത് അവിടെ കാണാനും ഒക്കെ നല്ല രസമാണ്. അപ്പം അതുകൊണ്ട് അവസാനം ഭാഗം വരെയും മുഴുവനായിട്ട് കാണാം കേട്ടോ. തനി കിടന്നൊക്കെ എടുത്ത് നമുക്ക് അടുത്തിരുമ്പോൾ വീഡിയോ ഒക്കെ ഇതുണ്ടാവും. ഞാൻ വീഡിയോ കട്ട് ചെയ്താണ് കേട്ടേക്കണം. വേറെ ഒന്നല്ല, അവരുടെ ഉള്ളിൽ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പം അത് മുഴുവനായിട്ട് നമുക്ക് ഞാൻ പറ്റില്ല. അപ്പം പരമാവധി കട്ട് ചെയ്ത് കളയാൻ കുറച്ച് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മ മാൻ പാർക്കിലെത്തി. എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ ആ പുളി കഴിഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. ക്യാമറ ഒന്നും മര്യാദക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കയ്യിന്ന് ഇതായിക്കോണേക്കുന്നു. കാണാം. എൻ്റെ മോള് ആദ്യമായിട്ടാണ് മാനിനെ നേരിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ പുള്ളിക്കാരത്തേക്ക് ഉണ്ട്. പുള്ളിക്കാരത്തി അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അവളിന്ന് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഇനിയും പോകുന്ന വഴിക്ക് ഇനിയും ഉണ്ട്, ഒരുപാട് മാനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തിനെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തൊട്ടപ്പുറത്ത് വേറെ മാനുണ്ട്. ഇച്ചിരി വലിയ മാനുകളാണ് അവിടെ. അപ്പൊ നമ്മ അങ്ങോട്ട് പോണേണ്. അപ്പുറത്ത് തന്നെയുണ്ട്.